ഹായ് പ്ലസ് വൺ മക്കളെ, വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കാനാണ് ഈ വീഡിയോ. നിങ്ങൾ മുഴുവനായിട്ട് കാണാം. കാരണം നിങ്ങളുടെ ഫ്യൂച്ചറിനെ ഒരുപാട് ബാധിക്കുന്ന ഒരു ചെറിയൊരു ചേഞ്ച് ബാക്ക്ഗ്രൗണ്ടിൽ പിന്നണിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾ അറിയണം. ഇല്ലെങ്കിൽ അടുത്ത വർഷം നിങ്ങൾ എന്ത് ചെയ്യും? ഖേദിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും മാർച്ചിൽ +1 എക്സാം ഉള്ള കാര്യം അറിയാം. നിങ്ങൾ ആദ്യമായിട്ട് +1 എഴുതാൻ പോകുന്ന പബ്ലിക് എക്സാം ആണ്. ആ മാർക്കിന്റെ കൂടെ +2 മാർക്കും കൂടി കൂട്ടി ടോട്ടൽ ഒരു മാർക്ക് ലിസ്റ്റ് ആണ് ഈ 2 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് കിട്ടുക എന്നുള്ള കാര്യം മേ ബി നിങ്ങൾക്ക് അറിയായിരിക്കും. ഇല്ലെങ്കിൽ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലൊക്കെ ചെയ്യാം കേട്ടോ. എൻ്റെ വിഷയം അതൊന്നുമല്ല. +1 നിങ്ങൾ മാർച്ചിൽ എക്സാം എഴുതി കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് ഒരു ജൂണൊക്കെ ആവുന്ന സമയത്ത് പബ്ലിഷ് ചെയ്യും. ആ പബ്ലിഷ് ചെയ്യുന്ന മാർക്കിൽ നിങ്ങൾ തൃപ്തരല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ 3 സബ്ജക്റ്റ് വരെ ഇംപ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. അതിനെയാണ് ഇംപ്രൂവ്മെന്റ് എക്സാം എന്ന് പറയാം. അപ്പോൾ ഇത് ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്യാറുണ്ട്? ഉപയോഗിക്കാറുണ്ട്. കാരണം 10ാം ക്ലാസ് കഴിഞ്ഞ് +1 വന്ന സമയത്ത് ഒന്നാമത് അഡ്ജസ്റ്റ് ചെയ്യാൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം സ്റ്റേറ്റ് സിലബസ് നിന്ന് പെട്ടെന്ന് ഒരു NCERT ബേസ് ബുക്കിലോട്ട് വരുമ്പോഴുള്ള ഒരു പ്രശ്നം. രണ്ടാമത് ലാംഗ്വേജിന്റെ ബാരിയർ ഉണ്ട്. മലയാളം മീഡിയത്തിൽ പഠിച്ച കുട്ടികളാണെങ്കിലും ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച കുട്ടികളാണെങ്കിലും ഒരു NCERT ലാംഗ്വേജിലോട്ട് വരുന്ന പ്രശ്നങ്ങൾ. പിന്നെ കണ്ടന്റിന്റെ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ഫിസിക്സ് ആയാലും മാത്സ് ആയാലും കെമിസ്ട്രി ആയാലും അത്യാവശ്യം ലെവൽ കൂടുന്ന ഒരു സംഭവം കൂടി ഇവിടെ ഉണ്ട്. അതെല്ലാം കാരണം കുട്ടികൾക്ക് +1 കാലിടറാറുണ്ട്, മാർക്ക് നഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ ഇത് മേക്കപ്പ് ചെയ്യാൻ കൂടി നമ്മളെ തെറ്റുകൾ അല്ലെങ്കിൽ നമുക്കൊന്ന് മിസ്റ്റേക്സ് തിരുത്താനുള്ള അവസരമായിരുന്നു ഇംപ്രൂവ്മെന്റ് എക്സാം. കഴിഞ്ഞ വർഷം വരെ അതിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോയിരുന്നു. ഞാൻ അതിൻ്റെ ഒരു സ്റ്റോറി പറഞ്ഞുതരാം. 2023 അതിൻ്റെ മുൻ വർഷങ്ങളിലൊക്കെ മാർച്ചിൽ നിങ്ങൾക്ക് ഇപ്പോൾ നടക്കാൻ പോകുന്ന +1 എക്സാം നടക്കും. അതിനുശേഷം അതിൻ്റെ റിസൾട്ട് മേ ബി ഒരു ജൂണോ ആ ടൈമിൽ വരും. എന്നിട്ട് ആ വർഷം തന്നെ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെ നമുക്ക് എന്തുണ്ടായിരുന്നു? അതിൻ്റെ ഇംപ്രൂവ്മെന്റ് എക്സാം ഉണ്ടായിരുന്നു. അതായത് ഈ സമയത്ത് ഇംപ്രൂവ്മെന്റ് എക്സാം ആയിരുന്നു 2023 +1 പഠിച്ച സ്റ്റുഡൻസിനൊക്കെ. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം +2 കൂടെ അല്ല ഇംപ്രൂവ്മെന്റ് പഠിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം ഒരു മിഡൊക്കെ ആവുന്ന സമയത്ത് എന്ത് ചെയ്തു? അതായത് കഴിഞ്ഞ വർഷം +1 പഠിക്കുന്ന, അതായത് ഇക്കൊല്ലം +2 പഠിക്കുന്ന സ്റ്റുഡൻസിനോട് ചോദിച്ചാൽ അറിയാം, അവർ +1 പഠിച്ചു അത്യാവശ്യം മുന്നോട്ട് പോയപ്പോൾ ഒരു അനൗൺസ്മെന്റ് വന്നു. ഇനി മുതൽ ഇംപ്രൂവ്മെന്റ് എക്സാം എപ്പോഴായിരിക്കും? മാർച്ചിലായിരിക്കും ഉണ്ടാവാന്ന്. അതായത് +2 പഠിക്കുന്ന സമയത്ത് +2 പബ്ലിക് എക്സാം എഴുതുന്നതിൻ്റെ കൂടെ ആയിരിക്കും +1 ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതാമെന്ന് തോന്നുന്നു. അപ്പോൾ 2024 വന്നൊരു മാറ്റമായിരുന്നു അത്. എന്ത്? മാർച്ചിൽ നിങ്ങൾ +1 എക്സാം എഴുതി. ഇനി അതിൻ്റെ ഇംപ്രൂവ്മെന്റ് എക്സാം എപ്പോഴാ? ഒരു വർഷം കഴിഞ്ഞ് +2 കൂടെ മാർച്ചിലായിരുന്നു ഇംപ്രൂവ്മെന്റ് എക്സാം. അതായത് +1 എക്സാമിനെ തന്നെയായിരുന്നു ആ വർഷം ഇംപ്രൂവ്മെന്റ് എന്ന് വിളിച്ചത്. ഈ വർഷവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ വർഷം ഇപ്പം കുട്ടികളില്ലേ, ഇപ്പൊ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളില്ലേ, അവരുടെ കേസിലും ഇത് തന്നെയാണ് സംഭവിക്കുക. അപ്പോൾ അവര് എന്ത് ചെയ്യുന്നു? ഈ വർഷം +2 പഠിക്കുന്നു. അവരുടെ +1 ഇംപ്രൂവ്മെന്റ് എക്സാം ഈ വരുന്ന 2026 മാർച്ചിലാണ് നടക്കാൻ പോകുന്നത്. പക്ഷേ ഇവിടെ വലിയൊരു ട്വിസ്റ്റ് നടന്നു. അതായത് 2024 എന്ത് ചെയ്തു? ഒരു എക്സാം ഷിഫ്റ്റ് ചെയ്തു. 2025 അതിലും വലിയൊരു ട്വിസ്റ്റ് നടന്നു. അത് ടൈം ടേബിൾ നോക്കിയാൽ അനലൈസ് ചെയ്യാൻ പറ്റും. അതായത് കഴിഞ്ഞ വർഷം ഈ ചേഞ്ച് വന്നപ്പം ആ ഒരു ചേഞ്ചിന് ഒരുപാട് വിമർശനം വന്നു. കാരണം എങ്ങനെയാണ് +2 കൂടെ +1 എക്സാം എഴുതാനുള്ള വിമർശനം. അപ്പോൾ അത് പരിഹരിക്കാൻ എന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ വർഷത്തെ ടൈം ടേബിൾ. അതായത് വലിയ പ്രശ്നമില്ല, +1 +2 വല്ലാണ്ട് കോംപ്ലിക്കേറ്റഡ് ആവാതെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന രീതിയിൽ ടൈം ടേബിൾ സെറ്റ് ചെയ്തിരുന്നു. എന്നാൽ ഈ വർഷം ടൈം ടേബിൾ കഴിഞ്ഞ വീക്ക് പബ്ലിഷ് ചെയ്തപ്പോൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ പബ്ലിഷ് ചെയ്തപ്പോൾ കുട്ടികളെ ഞെട്ടിച്ചുകൊണ്ട് ടീച്ചേഴ്സും ഞെട്ടിയിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ +1 ഇംപ്രൂവ്മെന്റ് ചെയ്യേണ്ട, ആർക്കും അങ്ങനെ ഇംപ്രൂവ്മെന്റ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ ഒരു ലോജിക്കാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതായത് നിങ്ങൾ നോക്കുക, ടൈം ടേബിൾ നോക്കുക. ഈ വർഷം നടക്കാൻ പോകുന്ന ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ ടൈം ടേബിൾ നോക്കുക. മാർച്ച് 5 ഇംഗ്ലീഷ് എക്സാം ഉണ്ട്. അതിൻ്റെ നേരെ പിറ്റേ ദിവസം മാർച്ച് 6 +2 ഫിസിക്സ് എക്സാമാണ്. അതിൻ്റെ നേരെ പിറ്റേന്ന് കമ്പ്യൂട്ടർ സയൻസ് എക്സാമാണ് +2. ഇനി ഒരുപാട് കുട്ടികൾ ഇംപ്രൂവ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് കെമിസ്ട്രി +1. അതിൻ്റെ തൊട്ട് തലേ ദിവസം എന്തുണ്ട്? +2 എക്സാം ഉണ്ട്. ഇനി ഒരുപാട് പേര് +1 ഇംപ്രൂവ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് ബയോളജി. അതിന് നേരെ പിറ്റേ ദിവസം +2 മാത്സ് വെച്ചിട്ടുണ്ട്. ഇത് ഇനിയും കാണാം. ഫിസിക്സ് +1 ഇംപ്രൂവ്മെന്റ് നേരെ പിറ്റേതാണ് +2 ബയോളജി. അതിനർത്ഥം ഈ സ്റ്റുഡൻസ് ആരും ഈ ഇംപ്രൂവ്മെന്റുകളൊന്നും എഴുതാൻ കഴിയില്ല. മിക്കവാറും സ്റ്റുഡൻസ് അപ്ലൈ തന്നെ ചെയ്യാൻ ചാൻസ് ഇല്ല. അപ്ലൈ ചെയ്താലും എഴുതാൻ കഴിയില്ല. കാരണം പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ തലേ ദിവസം +2 എക്സാം ഉണ്ട്. അപ്പോൾ അത് കുളമാക്കിക്കൊണ്ട് ആരും ഇംപ്രൂവ്മെന്റ് ചെയ്യില്ല. അപ്പോൾ തത്വത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ
+1 ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞ പരിപാടി മെല്ലെ മെല്ലെ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു തീരുമാനം പോലെ തന്നെയാണിത്. ഒഫീഷ്യലി സ്റ്റോപ്പ് ചെയ്യുന്നില്ലെങ്കിലും സ്റ്റുഡൻസിനെ കൊണ്ട് ആ ഒരു ടെൻഡൻസി കുറയ്ക്കാൻ തന്നെ ആയിരിക്കണം ഈ ഒരു ടൈം ടേബിൾ ഇട്ടിരിക്കുന്നത്. ഒന്നെങ്കിൽ ഇത് മനഃപൂർവ്വം ചെയ്താണ്, അല്ലെങ്കിൽ അറിയാതെ ഇങ്ങനെ ഇട്ടുപോയതാണ്, ഒരു പ്രത്യേകിച്ച് ചിന്ത ഒന്നുമില്ലാതെ. പക്ഷെ ചാൻസ് കൂടുതൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പല ന്യൂസ് റീഡിങ്സിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് +1 നിങ്ങൾ +1 തന്നെ പഠിക്കണം, ഇംപ്രൂവ്മെന്റ് അവിടെ സ്കോപ്പില്ല. അതിനുശേഷം +2 വന്നാൽ +2 തന്നെ പഠിക്കണം എന്ന രീതിയിലാണ്. അപ്പോൾ ഇത് പഠന നിലവാരം കൂട്ടും എന്നുള്ള മേ ബി ആ ഒരു അസംഷനിലായിരിക്കും. ഇത് എൻ്റെ ഒരു വിലയിരുത്തലാണ്, ഇതെന്തല്ല ഒരു ആരോപണമല്ല, മറ്റു കാര്യങ്ങളൊന്നുമല്ല, എൻ്റെ ഒരു ഗസ് വർക്കാണ്. സ്റ്റിൽ ഇത് വാലിഡ് ആണ്. അതായത് നെക്സ്റ്റ് ഇയർ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. കാരണം എന്താണ്, ഈ 2024 ഒരു മാറ്റം വന്നതുകൊണ്ടാണ് ഒരു ചെറിയൊരു ആശ്വാസം അവിടെ കൊടുത്തിരുന്നത്. എന്നാൽ ഈ വർഷം ഇതെല്ലാം അറിഞ്ഞിട്ടും എന്ത് ചെയ്തില്ല, ഒരു ആശ്വാസം അവിടെ കൊടുത്തില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതാനാണ്. അതിനർത്ഥം നിങ്ങൾ എഴുതാൻ പോകുന്ന, അടുത്ത വർഷം എഴുതാൻ പോകുന്ന +1 എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾ ആ സമയത്ത് തന്നെ പഠിച്ചോളാം. എനിക്ക് നിങ്ങളോട് സ്നേഹപൂർവ്വം പറയാനുള്ളത്, പഠിക്കാനുള്ളത് +1 തന്നെ പഠിക്കുക. അത് +2ൻ്റെ കൂടെ ഇംപ്രൂവ്മെന്റ് എക്സാം ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ പോലും നമുക്ക് സംശയമുണ്ട്. ഉണ്ടാവുമായിരിക്കും. ഉണ്ടാവുകയാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലത്തെ ഇതേ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യും. ഇനി ഇതിന് ഒരു പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വർഷം തന്നെ +2 പഠിക്കുന്ന സ്റ്റുഡൻസ് വലിയ രീതിയിൽ പ്രൊട്ടസ്റ്റ് ഒക്കെ നടത്തിയിട്ട് ഈ ടൈം ടേബിൾ എന്തെങ്കിലും മാറ്റമൊക്കെ സാധിക്കണം. എങ്കിൽ മാത്രമേ നെക്സ്റ്റ് ഇയർ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇതിൽ നിന്ന് മാറ്റം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അല്ലെങ്കിൽ ഇതായിരിക്കും ഇനി മുന്നോട്ടുള്ള ന്യൂ നോർമൽ. +1 ഇംപ്രൂവ്മെന്റ് എക്സാം വളരെ കുറച്ച് പേര് മാത്രമേ എഴുതുന്നു, +2ന് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, +1 നിങ്ങൾ ഈ മാർച്ചിലാണ് ഇപ്പം നിങ്ങൾക്ക് തുടങ്ങുകയാണെങ്കിൽ എന്തുകൊണ്ടും സമയമുണ്ട്. ഉഴപ്പണ്ട, തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ദുഃഖിക്കേണ്ട. പിന്നെ നിങ്ങൾക്ക് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +1ൻ്റെയും +2ൻ്റെയും മാർക്ക് കമ്പൈൻ ചെയ്തിട്ടാണ് ഒറിജിനലായിട്ട് മാർക്ക് ലിസ്റ്റ് കിട്ടുക. അപ്പോൾ +1ൽ നഷ്ടപ്പെട്ട മാർക്ക് തിരിച്ചു പിടിക്കാൻ പിന്നീട് നമുക്ക് ഓപ്ഷൻ ഇല്ലാണ്ടാവും. അപ്പോൾ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് എന്നുള്ള സമാധാനത്തിൽ നിങ്ങൾ ആരും നിൽക്കണ്ട. മര്യാദക്ക് +1 തന്നെ ഫുൾ മാർക്ക് നിങ്ങൾ വാങ്ങാൻ നിങ്ങൾ നോക്കുക. നിങ്ങളുടെ നല്ലതിനാണ് പറഞ്ഞതെല്ലാം പോസിറ്റീവായിട്ട് എടുക്കുക. ഫ്രണ്ട്സിന് എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.